വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലാണ് ഈശ്വരനെ കാണേണ്ടതെന്ന് അദ്ദേഹം പറയുന്നതും അതുകൊണ്ട് തന്നെ. കവടിയാറിൽ നിന്നും ജോർജിന്റെ ഈ വാഹനം ചെന്നെത്തുന്നത് പട്ടം റോയലിലേക്ക്. ഇത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ചതുർനക്ഷത്ര ഹോട്ടലാണെങ്കിലും NRI ക്ലബ് എന്ന നൂതനമായ ആശയം നടപ്പിലാക്കിയത് ഈ ഹോട്ടലിന്റെ പശ്ചാത്തലത്തിലാണ്. വിദേശ മലയാളികൾക്ക് ഊന്നൽ നൽകുന്ന NRI ക്ലബ് സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമാണെന്നും ജോർജ് പറയുന്നു. NRI ക്ലബ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്ലബ്ബ് എന്നുള്ളതേ ഉള്ളൂ. അത് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ഈ ക്ലബ്ബിൽ മലയാളി പ്രവാസികൾക്കാണോ ഊന്നൽ നൽകുന്നത്? പ്രവാസി മലയാളികൾക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരെണ്ണമാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? അവർക്ക് കൺസെഷണൽ റേറ്റിൽ റൂംസ് കൊടുക്കും. കൺസെഷണൽ റേറ്റിൽ റെസ്റ്റോറൻറ്റിലെ എല്ലാം ഫുഡ് ആൻഡ് ബെവറേജ് അതിനെല്ലാം കൺസെഷൻ കൊടുക്കും. ബാങ്ക്വറ്റ് ഹാളിന് കൺസെഷനുണ്ട്. NRI ക്ലബിന്റെ അംഗത്വം കൂടി വിനിയോഗിക്കാൻ കഴിയുന്ന ഈ 7 നില ഹോട്ടൽ സമുച്ചയം അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയാണ് പണിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള മുറികൾ തന്നെ ഒരു പ്രത്യേകത. മാത്രമല്ല കോൺഫറൻസ് മുറികളും 400 പേർക്ക് ഇരിക്കാവുന്ന ഈ കോൺഫറൻസ് ഹാൾ നഗരത്തിന്റെ തന്നെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെയാണ് 200 പേർക്ക് ഇരിക്കാവുന്ന ഈ മിനി കോൺഫറൻസ് ഹാളും. അങ്ങനെ ഈ റോയൽ പാലസും ജോർജിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രതീകമായി നിലനിൽക്കുന്നു. പക്ഷേ കേരളത്തിലെ വ്യാവസായിക സംരംഭങ്ങളോട് സമൂഹവും ഗവൺമെന്റും കൂടുതൽ നീതി പുലർത്തണമെന്നാണ് ജോർജ് പറയുന്നത്. കേരളത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നത് ബുദ്ധിമുട്ടാണെന്നാണോ? കേരളത്തിൽ ഒരു സംരംഭം ഈ ജയിച്ചു എന്നൊക്കെ പറയുന്നവരൊക്കെ എന്തുവാന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ആ ടെക്നിക്ക് അറിയാം, ഏത് രീതിയിൽ പെരുമാറണം. ഇത് വല്ലതും വിദേശത്തിരിക്കുന്ന മലയാളികൾക്ക് അറിയാമോ? ഞാൻ 50 വർഷം വിദേശത്ത് ജോലി ചെയ്തപ്പോഴൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെയൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്താൽ അവരത് തരും. ഒന്നുകിൽ തരും അല്ലെ തരത്തില്ലെന്ന് പറയും, അത്രയേ ഉള്ളൂ. ഇട്ടിങ്ങനെ എഴിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയില്ല. ഇപ്പോൾ നിങ്ങൾ ദുബൈയിലൊന്ന് പോയി നോക്ക്, വളർച്ച കാണണമെങ്കിൽ അതാണ് കാണേണ്ട സ്ഥലം. ഞാൻ ദുബൈയിൽ 1970 ചെല്ലുമ്പോൾ അന്ന് അവിടെ ഓഫീസ് ഓരോരുത്തർ നടത്തുന്നത് ടെൻറ്റിനകത്താണ്. ഒരു ഹോട്ടലാണ് ആകെ ഉള്ളത്. ഇന്നവിടെ കുറഞ്ഞ വർഷം ഒരു 1000 ഹോട്ടലുണ്ട്. ഈ ദുബൈ എന്ന് പറയുന്ന സിറ്റിക്കകത്ത് ഒരു 500 ഹോട്ടൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2020 എക്സ്പോ കിട്ടി. എന്തോ ഒരു ബിസിനസ്സാണ് ഇനിയും വരാൻ പോകുന്നത്. നിന്ന നിപ്പിലല്ലേ അവിടുത്തെ ഓരോ കാര്യങ്ങൾ. ഇപ്പം അവിടെ മെട്രോ എന്നൊക്കെ പറഞ്ഞു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മെട്രോ ഓടാൻ തുടങ്ങി. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അങ്ങയുടെ പക്ഷത്തുണ്ട്. എന്തോ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള മുഴുവൻ സർക്കാർ ആശുപത്രികളും ലീസിന് കൊടുക്കണം. പക്ഷെ പാവങ്ങൾക്ക്, അതായത് ഏറ്റവും പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു പരിധി വരെ ഉള്ളവർക്ക് സർക്കാർ പ്രീമിയം കൊടുക്കണം, ഇൻഷുറൻസ് പ്രീമിയം. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു പരിധി വരെ അവർ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ പാവപ്പെട്ടവൻ ആ പ്രീമിയം കൊടുക്കാൻ കാശില്ലെങ്കിൽ ഒന്നുകിൽ അവൻ്റെ എംപ്ലോയർ കൊടുക്കണം, അതല്ലെങ്കിൽ സർക്കാർ കൊടുക്കണം. ഈ ലീസിൽ നിന്ന് കിട്ടുന്ന കാശ് മതി ഈ പ്രീമിയം കൊടുക്കാൻ. അങ്ങനെ സമൂഹത്തിനെക്കുറിച്ചും വികസനത്തിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് പകരുന്ന ജോർജ് സ്വന്തം ജീവിതം
സന്ദേശമാക്കുവാൻ ശ്രമിക്കുകയാണ്. എണ്ണമറ്റ സമ്പാദ്യം സമൂഹത്തിനു കൂടി പങ്കുവച്ച് ജീവിത യാഥാർത്ഥ്യം കണ്ടെത്തുന്ന ജോർജ് ഭാര്യയും 2 ആൺമക്കളും 5 കൊച്ചുമക്കളുമായി സംതൃപ്തിയുടെ സായന്തനത്തിലാണ്. പക്ഷേ തൻ്റെ ഈ ജീവിതശൈലി അനുകരിക്കത്തക്കതല്ലെന്നും ജോർജ് പറയുന്നു. മറിച്ച് മാതൃകാ പുരുഷന്മാർ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു പ്രവണതയും കൂടെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് എത്രമാത്രം നല്ലതാണ്? ഈ റോൾ മോഡൽ എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. ആരുമില്ല റോൾ മോഡൽ, ഒരു മനുഷ്യനുമില്ല. പക്ഷേ ചില ആളുകൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെല്ലാം നമ്മൾ കാണുമ്പോൾ വാട്ട് ഈസ് ഡൂയിങ് ഈസ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. ഇപ്പം മദർ തെരേസ ചെയ്തു. മദർ തെരേസ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്തതൊന്നുമല്ല. അത് ലോകം അംഗീകരിച്ചു. ആ അംഗീകാരത്തിന് ഒരു വലിയ ഒരു സ്ഥാനം അവിടെയുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ സമൂഹം അംഗീകരിക്കുമ്പോൾ എന്താണ് മനസ്സിനകത്ത് തോന്നുന്നത്? ആ അംഗീകാരം വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും തോന്നുന്നത്. അംഗീകരിക്കപ്പെടാൻ അർഹതയുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു ചെറിയ അംഗീകാരം കിട്ടിയാൽ അതൊരു രസമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ത്യാഗം സഹിക്കാനായിട്ടൊരു സന്നദ്ധത വരും. കൂടുതൽ കാലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കാലം ജീവിക്കുന്നതാണ് നല്ലതെന്നാണോ അങ്ങയുടെ അഭിപ്രായം? നമ്മൾ ഏതായാലും 1000 കൊല്ലമൊന്നും ജീവിക്കാൻ പോകുന്നില്ല. ഇത് തന്നെ കൂടുതലാണ്. 77 വയസ്സെന്നൊക്കെ പറഞ്ഞ് എന്താ കളിയാണ്? കാര്യമുള്ളത് നീ എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. എന്തെങ്കിലും ഇനി 10 പേർക്ക് എന്തെങ്കിലും കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ 500-1000 പേർക്ക് കൊടുത്തില്ലേ 2 സെൻറ്റ് സ്ഥലം വീതം? അതെന്തോ കളിയാണോ? ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ കാശ് കൊടുത്ത് സ്ഥലം മേടിച്ചാണ് ഞങ്ങൾ കൊടുത്തത്. ഞാൻ ആ കാശും കൂടെ എടുത്ത് ഞാൻ കുറച്ച് പുട്ടടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഏതാണ്ട് കൂടുതൽ സംതൃപ്തി കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊന്നും കാശൊന്നും അങ്ങനെ പോകാൻ പോകുന്നില്ല. ഇതിനകത്തൊരു പ്രിൻസിപ്പിളുണ്ട്. ഏതാ ഈ ചാരിറ്റിക്കകത്തൊരു പ്രിൻസിപ്പിളുണ്ട്. അത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ശക്തി, ദൈവത്തിൽ നിന്ന് വരുന്ന ശക്തിയാണ്. ദൈവം നമ്മുടെ ശത്രുവാകത്തില്ല നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ളൊരു പ്രവൃത്തി ചെയ്താൽ. അത്രയേ ഉള്ളൂ. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു നന്മ നമ്മൾ ചെയ്താൽ നമുക്ക് തന്നെ അറിയാം ദൈവം നമ്മളോട് ശത്രുത കാണിക്കത്തില്ല. എന്തെങ്കിലും ആപത്ത് വന്നാൽ അതിൽ നിന്ന് രക്ഷിപ്പിച്ചുകൊണ്ട് വരും. ആപത്ത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും. അങ്ങനെ സഫലമായ ജീവിതം സമൂഹത്തിനു കൂടി പകരുന്ന ജോർജ് കർമ്മങ്ങളിലൂടെയാണ് ഈശ്വരനെ കണ്ടെത്തുന്നത്. പ്രാർത്ഥനയ്ക്കപ്പുറം പ്രവൃത്തികളിലൂടെ ദൈവനിശ്ചയം നടപ്പിലാക്കുന്ന ഈ ദിഷാശാലിക്ക് അതുകൊണ്ട് തന്നെ ഇനിയും ഏറെ പടവുകൾ ഇറങ്ങിച്ചെല്ലാനായുണ്ട്. കാരുണ്യം പറ്റുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് മറുസന്ദേശം പകരുവാൻ. അതുകൊണ്ട് തന്നെ ജോർജിന്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതോടുകൂടി നാട്ടിലൂടെയുള്ള സഞ്ചാരം സമാപിക്കുന്നു. അടുത്തയാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.